ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഈ വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് നിരവധി ആളുകൾ കമൻറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് യൂട്യൂബ് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ബിഗിനേഴ്സിന് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ സ്കിപ്പ് ചെയ്ത് വിട്ടു. ഓൾറെഡി തന്നെ നമ്മൾ VN എന്ന് പറയുന്ന ഒരു അടിപൊളി ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനെ കുറിച്ച്, VN ആൻഡ്രോയിഡിലുണ്ട്, iOSിലുണ്ട്. ആ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഒരു ബിഗിനേഴ്സിൽ നിന്നല്ല, ഒരു പ്രൊഫഷണൽസിൽ നിന്നല്ല, ആർക്കും വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ് VN എന്ന് പറയുന്നത്. എന്നാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു 30, 50, 100, 150 സബ്സ്ക്രൈബേഴ്സുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, ബിഗിനേഴ്സിന് വേണ്ടിയുള്ള യൂട്യൂബ് ഷോർട്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എഫക്റ്റുകളൊക്കെ ഓൾറെഡി തന്നെ ആഡ് ചെയ്തിട്ടുള്ള ഒരു യൂട്യൂബ് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ ഏതാണെന്ന്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി തന്നെ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ. യൂട്യൂബ് ഷോർട്ട് വീഡിയോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ല കണ്ടൻറ്റ് ആണെങ്കിൽ യൂട്യൂബിൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ യൂട്യൂബ് ചാനൽ ഇതുപോലെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു മെത്തേഡും ഇല്ല. നല്ല എഡിറ്റിങ്, നല്ല കണ്ടൻറ്റ് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും ഗ്രോ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നതിന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനെടുത്ത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അറിയില്ലാത്തവർക്ക് വേണ്ടി, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പ്രൊഫഷണൽസിന് വേണ്ടിയായിട്ട് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു തരട്ടെ. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ നിന്നും YouCut വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട്. നിരവധി ആളുകൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിരവധി പ്രൊഫഷണൽസ്, യൂട്യൂബ് ഷോർട്സിലുള്ള പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന അടിപൊളി യൂട്യൂബ് ഷോർട്ട് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് YouCut എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് YouCut നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനത് എങ്ങനെയാണ് പ്ലേ സ്റ്റോറിൽ നിന്നും സെർച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളും, ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളും, എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് നിരവധി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, യൂട്യൂബ് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നിരവധി യൂട്യൂബ് ഷോർട്ട് വീഡിയോ ചെയ്യുന്ന ആളുകളോട് എൻക്വയറി നടത്തി. അതുപോലെ തന്നെ നിരവധി യൂട്യൂബ് ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോസും ഞാൻ കണ്ടു നോക്കി. അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നിരവധി ആപ്ലിക്കേഷൻസ് നമ്മൾ ട്രയൽ ചെയ്ത് അത് എങ്ങനെ എത്രമാത്രം സക്സസ്ഫുൾ ആകും എന്ന് വരെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അതിനുശേഷം ഞാൻ കണ്ടുപിടിച്ച, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസൊക്കെ നമുക്ക് വൈറലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്നോട് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിനായി പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾ YouCut എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. YouCut എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. YouCut എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. അത് YouCut വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്യാം, അതുപോലെ ന്യൂ പ്രൊജക്റ്റ് ചെയ്യാം. ഓൾറെഡി എഡിറ്റ് ചെയ്ത വീഡിയോസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻബിൽഡ് ആയിട്ടുള്ള കുറേ എഫക്റ്റുകളും അതിൽ എത്ര ക്ലിപ്പുകൾ ആഡ് ചെയ്യാം, അങ്ങനെ പറഞ്ഞ് ഓരോ ഫ്രീ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് എഫക്റ്റുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഓരോരോ വീഡിയോസും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് ഒരു ടെംപ്ലേറ്റാണിത്.
അപ്പോൾ ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ വീഡിയോയോ നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയോ ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്നതിന് വേണ്ടിയോ ഷോർട്ട് വീഡിയോ നമുക്ക് യൂട്യൂബിലെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഇതിൽ നിന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്തെടുക്കുക. അതിൽ ഈ പ്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ. ഈ പ്രോ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് അത് പെയ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യൂസ് ചെയ്യുന്നതിന് നമ്മൾ ഇതിൻ്റെ പെയ്ഡ് വേഷനൊക്കെ എടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക്. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിരിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾ എത്ര ക്ലിപ്പാണ് നിങ്ങളൊരു വീഡിയോയ്ക്ക് ഉപയോഗിക്കാനായിട്ട് നോക്കുന്നത് ആ ക്ലിപ്പിൻ്റെ എണ്ണോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4-8 ക്ലിപ്സ് ആണ്. അതുപോലെ തന്നെ താഴത്തോട്ട് വേണമെങ്കിൽ 5 ക്ലിപ്സ്. നമുക്ക് എത്ര ക്ലിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്ത് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റൈഡ് ചെയ്യണതിൻ്റെ ഇതൊരു വീഡിയോ ആണ്. അപ്പം ഞാനത് ജസ്റ്റ് വേറെ ഒരെണ്ണം എടുത്തു. വേറെ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതിലേക്ക് ഈ ഒരു വീഡിയോ എഫക്റ്റ് ഇല്ലേ, അതായത് ഇവർ ഈ എഡിറ്റ് ചെയ്ത് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിലേക്ക് നമ്മുടെ വീഡിയോസും ഫോട്ടോസും ആഡ് ചെയ്ത് നമുക്കത് എങ്ങനെ അടിപൊളിയാക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ യൂസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. യൂസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഗാലറിയിലേക്കാണ് വന്നത്. ഇതിൽ നമുക്ക് ഇമേജസും ഫോട്ടോസും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോയുടെ തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എൻ്റെ ഫോണിലെടുത്ത് ഞാൻ വെച്ചിരുന്ന കുറച്ച് ഫോട്ടോസാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ അതിൽ ഒരു 2-3-4 ക്ലിപ്പുകൾ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഞാൻ 1 2 3 4 5 ക്ലിപ്പ് നമുക്ക് ഇനി ആഡ് ചെയ്യാം. നമുക്ക് 6 ഞാൻ അങ്ങനെ ഓരോരോ ക്ലിപ്പുകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോയ്ക്ക് ഇടാൻ ഉദ്ദേശിച്ചുകൊണ്ട് വെച്ചിരുന്ന കുറേ തമ്പനെയിൽസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഫോട്ടോസൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഏകദേശം ഒരു 10ഓളം ക്ലിപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഇൻട്രോ അവിടെ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ ഫോട്ടോസ് അവിടെ അവർ ആ തന്ന എഫക്റ്റ്, അതായത് ആ വീഡിയോയുടെ എഫക്റ്റിൻ്റെ അകത്തിൽ അടിപൊളിയായിട്ട് അത് റൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് ഫ്രീ ആയിട്ടുള്ള കോപ്പിറൈറ്റ് ഇല്ലാത്ത സൗണ്ട്സ് ഉണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കാരണം എല്ലാ ഫോട്ടോസും വീഡിയോസും നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. അതുപോലെ നമുക്ക് ഫിൽറ്റർ യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഓൾറെഡി തന്നെ മ്യൂസിക്കുകളുണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ നമുക്ക് കോപ്പിറൈറ്റ് വരാതിരിക്കണമെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുത്താൽ മതി. അതുപോലെ എഫക്റ്റുകളുണ്ട്. ഓരോ ഫോട്ടോസിനും നമുക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓരോന്നിനും ആ ലോങ് പ്രസ് ചെയ്യണം എഫക്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ. ഉണ്ടോ, ഫോട്ടോസിന് എല്ലാത്തിനും ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ആഡായി കിട്ടുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അതൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ തൊട്ടാണോ എഫക്റ്റ് ആഡ് ചെയ്തത് അതിൻ്റെ അത് കിട്ടുന്നതാണെങ്കിലും ആ എഫക്റ്റ് അതിലേക്ക് ആഡായി കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ എഫക്റ്റ് വീണ്ടും ആഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്കതൊന്ന് സ്ലോ മോഷനിൽ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഏറ്റവും സ്പീഡ് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സ്പീഡിലേക്ക് ആക്കുന്നതിനും എല്ലാ കാര്യങ്ങളും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഇവിടെ കാണുന്ന 9:60 എന്ന് പറയുന്ന 9:16 എന്ന് പറയുന്ന ഈ റേഷ്യോ സെലക്ട് ചെയ്യുക. നമുക്കത് ഷോർട്ട്സ് വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് താഴത്തോട്ട് ഇങ്ങനെ നോക്കുവാണെങ്കിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇത് ക്രോപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഫോട്ടോസ് ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ക്രോപ്പ് ചെയ്ത് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിരവധി ഓപ്ഷൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമുക്കത് ഓരോ ഫോട്ടോസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഫോട്ടോ ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പോകണം. അതിന് ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഞാനൊരു ചെറിയ ആനിമേഷൻ കൊടുക്കുകയാണ്. അതിൽ ഞാൻ ആ ഫോട്ടോയ്ക്ക് ഒരു ചെറിയ ആനിമേഷൻ കൊടുത്തു. അതിൻ്റെ ടൈമിങ്ങും ഞാൻ കൊടുത്തു. അതിനുശേഷം അതുപോലെ തന്നെ അത് എവിടെ നിന്ന് മൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ഓരോ ആനിമേഷൻ ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ ഫോട്ടോ എങ്ങനെ മൂവ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് വീഡിയോയും അതുപോലെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് ഇടാൻ ഉദ്ദേശിക്കുന്ന റീൽസ് വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ ഈസി മെത്തേഡാണ് നമുക്കിതിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് നിങ്ങൾ കാണിച്ചു തന്നെന്നുള്ളൂ എങ്ങനെയാണ് നമുക്ക് ഓർമ്മ എഡിറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളൊരു ചെറിയ ഒരു ഇൻട്രോ മാത്രമാണ് ഞാൻ തന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എഫക്റ്റുകൾ ആഡ് ചെയ്യാം, എങ്ങനെ നമുക്കൊരു പ്രൊഫഷണൽ രീതിയിൽ ഷോർട്ട് വീഡിയോ ആഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ജസ്റ്റ് അതിൽ ഓരോ വർക്കിങ്ങൊക്കെ മനസ്സിലാക്കുക. എങ്ങനെ നമുക്ക് പിക്ചർ ആഡ് ചെയ്യാം, വീഡിയോസ് ആഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അതുപോലെ ഇതിൻ്റെ അകത്തേക്ക് ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്, ഫിൽറ്റർ, എഫക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ ഒന്ന് കൺഫേം ആക്കി വെക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെയായിട്ട് പ്രൊഫഷണൽ രീതിയിൽ
ഷോർട്ട് വീഡിയോയും ഇൻസ്റ്റാഗ്രാം റീൽ വീഡിയോയും നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് സേവ് ചെയ്യണേ കൂടെ ഞാൻ കാണിച്ചു തരാം. വാട്ടർമാർക്ക് ഇല്ലാണ്ട് നമുക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടി ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും റെസൊല്യൂഷൻ ഇങ്ങനെയായിരിക്കും, ഒരു ഡിഫോൾട്ട് മോഡിലായിരിക്കും വരിക. അപ്പോൾ നമ്മളിതെല്ലാം ഹൈ ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതായത് 4K ക്വാളിറ്റിയിലാക്കി കൊടുക്കുക. ഇവിടെ 60 FPS ഇട്ട് കൊടുക്കുക ഫ്രെയിം റേറ്റ്, ക്വാളിറ്റിയും അതുപോലെ ഹൈ കൊടുത്തിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കൺവേർട്ടിംഗ് വീഡിയോ എന്ന് പറഞ്ഞ് വരുന്നത് കാണാം. ഇത് 100% കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് എക്സ്പോർട്ടായിട്ട്, അതായത് കൺവേർട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. അത് നമ്മുടെ ഗ്യാലറിയിലേക്കായിരിക്കും ആ വീഡിയോ വരുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷോർട്ട് വീഡിയോ വൈറൽ രീതിയിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് YouCut എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭ്യമാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും കമൻറ്റ് ബോക്സിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അതായത് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ലിങ്ക് ഞാൻ പ്ലേസ് ചെയ്യാം. നിങ്ങൾ അതിലൂടെ തന്നെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് ഇറക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.